ബുദ്ധി എന്ന് പറയുന്നത് ഒരു പ്രമാണമല്ല, സ്വതന്ത്രമായ ഒരു പ്രമാണമായി ബുദ്ധിയെ നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. എന്നാൽ ചേകനൂര് മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഈ രണ്ടാളുകൾ, CN അഹമ്മദ് മൗലവി പോലെയുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ബുദ്ധിക്ക് യോജിക്കാത്തതൊക്കെയും തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളയൽ തന്നെയാണ് മർക്കസു ദഅവയും സ്വീകരിക്കുന്നത് എന്നതാണ്. ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് പറയണം, നെഞ്ചിൽ കൈവച്ച് പറയണം. എത്രയെത്ര ബാലവേദി പ്രവർത്തകർ മുതൽ ജമഅത്തുൽ ഉലമ വരെയുള്ള പണ്ഡിതന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ എൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് ഞാനിതാ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞൊരഭിപ്രായം വ്യക്തിപരമായി ഓരോരുത്തരുടെയും ബുദ്ധിയിലേക്ക് ചേർത്ത് വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകാര്യമാവുകയില്ല എന്ന് പറയുകയും ചെയ്ത് തള്ളിക്കളഞ്ഞതിന് നിങ്ങൾ ഉദാഹരണം പറയണം. നിങ്ങളങ്ങ് പറയാണ് ഓരോരുത്തർക്കും തോന്നുന്ന ബുദ്ധി ഓരോരുത്തരും പരീക്ഷണം നടത്തിയിട്ട് കിട്ടുന്നത് അതായിരിക്കണം സ്വീകരിക്കണം എന്നതാണ് മർക്കസു ദഅവയുടെ അഭിപ്രായം. ചേകനൂരിന് ബുദ്ധി തോന്നി സ്വീകരിക്കാൻ പറ്റൂല എന്ന് തോന്നി, മൂപ്പര് തള്ളി. മുസ്തഫക്ക് തോന്നി സ്വീകരിക്കാൻ പറ്റൂല എന്ന് തോന്നി, മൂപ്പർക്ക് തള്ളി. അതേപോലെ തന്നെ അവരുടെ വാദം തന്നെയാണ്, പറ്റാത്തതൊക്കെയും ബുദ്ധിക്കുൾക്കൊള്ളാത്തതൊക്കെയും തള്ളിക്കളയുക എന്ന അഭിപ്രായമാണ് സ്വീകരിക്കുന്നത് എന്ന് പലപ്പോഴും നിങ്ങൾ ആരോപണം പറയുന്നു, ഞങ്ങളുടെ വാദമായി പറയുന്നു. എന്നിട്ട് ഇതിന് സ്വയമേവ മറുപടിയും പറയുന്നു. ഞങ്ങൾക്കങ്ങനെ ഒരു വാദമില്ല. നേരെ മറിച്ച് പരലോകത്ത് വെച്ചുകൊണ്ട് സംഭവിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സൂറത്ത് മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം എന്താണ്? ഞങ്ങൾ ശരിയായി കേൾക്കുന്നവരോ കാര്യങ്ങളെ കൃത്യമായി ബുദ്ധി കൊടുത്ത് ചിന്തിച്ചു മനസ്സിലാക്കുന്നവരോ ആയിരുന്നില്ല എന്നതാണ് നരകത്തിൽ പോകാനുള്ള സഹാബ് സഈറിൻ്റെ ആളുകളായി മാറാനുള്ള കാരണമായി വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ സൂചനയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? അഫലാ യതദബ്ബറൂനൽ ഖുർആന അഫലാ തഅഖിലൂൻ തുടങ്ങിയിട്ടുള്ള ഓരോ വചനങ്ങളിൽ നിന്ന്, ഖുർആനിൻ്റെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? മുമ്പും വിശദീകരിച്ചത് ദീർഘമായി വിശദീകരിക്കുകയല്ല. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക തത്വപ്രകാരം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തഅബ്ബുദിയാണ്, മറ്റൊന്ന് മാഖൂൽ മാനവിയാണ്. തഅബ്ബുദിയായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കൊരിക്കലും തന്നെ ഇടപെടാൻ പറ്റാത്ത തികച്ചും ആരാധനാപരമായ കാര്യങ്ങൾ. കഅബയെ തവാഫ് ചെയ്യേണ്ടത് 7 തവണയാണ്. അത് 8 തവണയായാൽ എന്ത്, 6 തവണയായാൽ എന്ത്? അത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വിശദീകരിക്കപ്പെട്ടു പോയതാണ്. വിശുദ്ധ ഖുർആനിൽ തേനീച്ചയെക്കുറിച്ച് പരാമർശമുണ്ട്. ആ പരാമർശം അവിടെ നിർവഹിക്കപ്പെട്ടത് ഫസുലുക്കി സുബുല റബ്ബുക്കി സുലുല എന്ന് പറയുന്ന സ്ത്രീലിംഗ രൂപത്തിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റാണി എന്ന് പറയുന്ന തേനീച്ചയുടെ പ്രത്യേകതകൾ ശാസ്ത്രീയപരമായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. സോമർഡാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അവിഷയ സംബന്ധമായി രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ശാസ്ത്രം കണ്ടെത്തിയത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ കാര്യം ശരിയായി എന്നല്ല മർക്കസു ദഅവ പറയുന്നത്. മറിച്ച് വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ തിരുചര്യയിലോ വന്നിട്ടുള്ള പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ ശാസ്ത്രീയപരമായ പിൻബലത്തോടുകൂടി സൂചിപ്പിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ശാസ്ത്രീയമായ പരാമർശത്തോടുകൂടി പറയാറുണ്ട്. ജലാലുദ്ദീൻ സുയൂത്തിയുടെയും ജലാലുദ്ദീനുൽ മഹല്ലിയുടെയും തഫ്സീറായിട്ടുള്ള തഫ്സീറു മഹല്ലി, ആ തഫ്സീറു മഹല്ലിയിൽ ഭൂമിയെക്കുറിച്ച് കാളയുടെ കൊമ്പിലാണ് എന്ന പരാമർശമുണ്ട്. പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പിന്തുടർന്നു പോരുന്ന അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ അപ്പടി പറയണമെന്നതാണോ? അങ്ങനെ പറയേണ്ടതുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ സനുരിയഹും ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. വിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകൾ, അതിലെ പരാമർശങ്ങൾ ദൈവികമാണ് എന്ന് ബോധ്യപ്പെടുത്തുമാറ് നിങ്ങളിലും ചക്രവാളങ്ങളിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നതാണ് എന്ന പരാമർശം നിർവഹിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. അത് പിന്നീട് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി വൽ ഖമറ ഖദ്ദർനാഹു മനാസില എന്ന ആയത്തോതുമ്പോൾ ചന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ പ്രവാചകന്റെ കാലഘട്ടത്തിലെ വിജ്ഞാനത്തിന്റെ പരിമിതി കൊണ്ട് സാധ്യമാവുകയില്ല. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ ഒരിക്കലും തന്നെ സൂര്യചന്ദ്രങ്ങളുടെ ചലനത്തെക്കുറിച്ചോ ഭ്രമണത്തെക്കുറിച്ചോ ആകാശലോകത്തെക്കുറിച്ചോ മിൽക്കി വേയെക്കുറിച്ചോ പ്രവാചകന്റെ കാലഘട്ടത്തിന്റെ വിജ്ഞാന പരിമിതി കൊണ്ട്
പറയാൻ കഴിയില്ല. പക്ഷേ ആ പറയാൻ കഴിയാത്തത് കൊണ്ട് പിൻകാലഘട്ടത്തിൽ അത് കണ്ടെത്തിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൻ്റെ ദൈവീകത ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി തിളക്കമുള്ളതായിരിക്കുന്നു എന്ന് പറയേണ്ടതില്ല എന്നാണോ? അല്ല, അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ പറയാറുണ്ട്. വിസ്ഡം വിഭാഗത്തിൽ നിന്നും അങ്ങനെ പറയാറുണ്ട്. അതെ, മഅഖൂല് മാനവിയായിട്ടുള്ള ബുദ്ധിപരമായി സമർത്ഥിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്, പ്രവാചക തിരുചര്യയിലുണ്ട്, ഇസ്ലാമിക അധ്യാപനങ്ങളിലുണ്ട്. ആ അധ്യാപനങ്ങളിലുള്ള കാര്യങ്ങൾ പരാമർശവിധേയമാകുന്നു എന്ന് മാത്രമേ ആ വിഷയത്തിലുള്ളൂ. എന്ന് മാത്രമല്ല ബുദ്ധിക്കെതിരായ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസുകൾ ഒരു കാരണവശാലും സ്വീകരിക്കാവതല്ല എന്നത് മാനദണ്ഡമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസുകൾ സ്വീകരിക്കുന്നിടത്ത് പ്രാഥമിക ബുദ്ധിക്ക് എതിരാകരുത് എന്ന കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയതാണ് മുഹമ്മദ് അമാനി മൗലവി മുസ്തഫ സബായിയുടെ ഗ്രന്ഥമായ അസുന്ന വമഖാനതുഹാ ഫി തശ്രീഇ അൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 1973 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗ്രന്ഥത്തിലെ 91-ാമത്തെ പേജിൽ ഹദീസ് സ്വീകരിക്കുന്നതിൻ്റെ നിബന്ധനകൾ പറയുന്നിടത്ത് സ്വരീഹുൽ ഹഖ്ല് സുവ്യക്തമായ ബുദ്ധിക്ക് യോജിക്കുന്നതായിരിക്കണമെന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. അഥവാ ഹദീസ് സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡമായി ബുദ്ധിയെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിങ്ങൾ മാറ്റാതിരിക്കാൻ വേണ്ടി വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ ഹദീസുകളും ബുദ്ധിയുടെ മൂച്ചയിലിട്ട് വാർത്തെടുത്ത് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് സ്വീകരിക്കാവൂ എന്നതല്ല ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. എന്നാൽ പ്രത്യക്ഷ ബുദ്ധിക്ക് സ്വരീഹുൽ അഖ്ലിന് എതിരായി തീരുന്നത് സ്വഹീഹായ ഹദീസായി പരിഗണിക്കാൻ സാധ്യമാവുകയില്ല എന്ന കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കുറേ ഗ്രന്ഥങ്ങൾ ഈ വിഷയ സംബന്ധമായി വിരചിതമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അത് ദീർഘമായി വിശദീകരിക്കുന്നില്ല. തദ്രീബുർ റാവി, ഇമാം സുയൂത്തി റഹ്മഹുള്ളയുടെ തദ്രീബുർ റാവിയിൽ ഇബ്നുൽ ജൗസിയുടെ അഭിപ്രായങ്ങൾ ശരിവെച്ചുകൊണ്ട് കൃത്യമായി ഈ വാദത്തെ സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇബ്നു കസീറിൻ്റെയും ഇബ്നു അസീറിൻ്റെയും ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെയും അഭിപ്രായങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിന് അഥവാ ബുദ്ധിക്കെതിരായി ഹദീസുകൾ വരരുത് എന്ന പരാമർശത്തെയും ബുദ്ധി സ്വരീഹുൽ അഖ്ലുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കണം ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബലാബലങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം വരേണ്ട ഒരു മാനദണ്ഡം എന്ന പരാമർശങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.